ഹലോ ഗൈസ്, നമ്മൾ 5 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. ആദ്യം നമ്മൾ കോയമ്പത്തൂർ വഴി ഊട്ടി എത്തി. ഊട്ടിയിൽ ടോയ് ട്രെയിനിലൊക്കെ കയറി അവിടെ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ വന്ന് കൺട്രി ക്ലബ് റിസോർട്ടിൽ അവിടെ സ്റ്റേ ആക്കി. അവിടെ നിന്ന് നേരെ മൈസൂർ വന്ന് മൈസൂർ പാലസ്, സൂ അവിടെയെല്ലാം കയറിയിട്ട് അവിടെ അന്ന് സ്റ്റേ ആക്കിയിട്ട് പിറ്റേന്ന് മോർണിംഗ് നമ്മൾ മുത്തങ്ങ വഴി വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വയനാട് എടക്കൽ ഗുഹയെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടക്കൽ ഗുഹയുടെ എൻട്രി എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ സ്റ്റാളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഭയങ്കര കയറ്റമുള്ള റോഡാണ്. രണ്ട് സൈഡും ധാരാളം കടകളുണ്ട്. ഓരോരുത്തരും നമ്മുടെ കടയ്ക്ക് വരണം പറഞ്ഞ് എല്ലാവരും വിളിക്കുകയാണ്. അപ്പോൾ പോയി വരുമ്പോൾ വരാമെന്ന് വെച്ച് നമ്മൾ ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു കുത്തനെ കയറ്റമാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് എണ്ണി നോക്കിയവർ പറഞ്ഞത് 300-350 സ്റ്റെപ്പിൻ്റെ അകത്തുണ്ട് എന്നാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. വെയിലും അല്ല തണുപ്പും അല്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ പാറക്കഷ്ണങ്ങളിൽ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോളിൽ ആ കാഴ്ചയാണ് കാണാനായിട്ട് പോണത്. അത് മാത്രമല്ല, 2 മലകൾക്കിടയിൽ മറ്റൊരു പാറക്കഷ്ണം വന്ന് തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഗുഹയെ എടക്കൽ ഗുഹ എന്ന് വിളിക്കുന്നതും. അപ്പോൾ പോണ വഴിക്ക് മുളയേരി പായസം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ മുളയേരി പായസം ഒരു ഗ്ലാസ് 50 രൂപയാണ്. അപ്പോൾ അത് വാങ്ങി ടേസ്റ്റ് നോക്കി. അപ്പോൾ വെല്ലം കൊണ്ടുണ്ടാക്കിയ മുളയേരി പായസമാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ്, അതായത് ഗോതമ്പ് പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും വാങ്ങി കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അത് പോണ വഴിക്ക് സംഭാരം ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെറും 15 രൂപ. അപ്പോൾ പോയി ഇറങ്ങുന്ന സമയത്ത് അതങ്ങ് കുടിച്ചു. അപ്പോൾ നമ്മൾ ടയേർഡായ സമയത്ത് നമുക്ക് ആ മോരും വെള്ളം കിട്ടുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. നല്ല സുഖം ഉണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ 8ൻ്റെ പണി അങ്ങോട്ട് കിട്ടി. ഈ ടയേർഡായിട്ട് വിയർത്ത് വന്ന് ആ സംഭാരവും കുടിച്ച് വീട്ടിൽ വന്ന ഒരാഴ്ച മൊത്തം കിടപ്പിലുമായി. അങ്ങനെ പോയി വരുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും സംഭാരം കുടിക്കരുത്. കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് പണി കിട്ടും, ഉറപ്പായിട്ട് പണി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ പോയി എത്തി മഴയും വരും, നോക്കിക്കോ. നിന്നിട്ട് വന്നിട്ട് ശരിക്കും നമ്മൾ കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ചീവീടിൻ്റെ ശബ്ദം ഉണ്ടാവില്ലേ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നടന്ന് കാല് കഴിച്ചപ്പോൾ കുറച്ച് പിറകിലോട്ട് നടക്കാമെന്ന് വെച്ചു. പിറകിലോട്ട് നടക്കുമ്പോൾ കാല് അത്ര കടച്ചിൽ തോന്നില്ല. അപ്പം നടന്ന് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്വീൻ ഓഫ് വയനാട്. അപ്പോൾ ഇതാണ് എൻട്രി. അപ്പം നമ്മൾ എൻട്രിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രി കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടി അഡ്വഞ്ചർ കൂട്ടത്തിലാണ്. അപ്പോൾ നേരെ വഴി കൂടെ നടക്കാതെ വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെയാണ് അവൾ കയറി ചാടി മറിഞ്ഞ് വന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഇതാണ് 350 പറഞ്ഞത്. നമ്മുടെ ഇടയ്ക്കൽ ഗുഹയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് 350 സ്റ്റെപ്പാണ് ഇങ്ങനത്തെ. ഈ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ഈ മല കയറാൻ. ആ ഗുഹ കാണണമെങ്കിൽ 350 സ്റ്റെപ്പ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇപ്പോഴന്നെ ഏകദേശം ടയർഡായി. ഇനി വേണം ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറാൻ. അതുകൊണ്ടേക്ക് അങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അഡ്വഞ്ചർ. എന്ന് വെച്ചാൽ അഡ്വഞ്ചർ. ഇത് കണ്ടോ? പക്ഷെ ഇത് കാണാതെ പോയാൽ ഭയങ്കര മിസ്സിങ്ങുമാണ്.
അത് ഔട്ടാണ് ആ സ്റ്റെപ്പ്. ഇതാണ് ഇത് കണ്ടിന്യൂ ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യും. അയ്യോ അയ്യോ കയറും നോക്കവള്. ഇത് ഭയങ്കര ഹൈറ്റ്. അയ്യോ അമ്മ നടക്ക് 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 നടക്ക്. യെസ് അപ്പോ സത്യം നിൽക്ക് മാറുതേ. ഞാൻ അങ്ങോട്ട് പോട്ടെ. എടുത്തു എടുത്തു. അത് കുഴപ്പമൊന്നുമില്ല. പോടെടുത്തില്ല കയറാൻ വയ്യ. നീ ചിരിച്ചെടുക്കാം. അപ്പൊ ഞാൻ എവിടേക്കാ തങ്ക കയറുന്നു? ഇങ്ങോട്ട് കയറും. ഐശോ അവിടെ നിൽക്കട്ടുമാ, സ്ലിപ്പാവണ്ട, അവിടെ നിൽക്ക്. കൂട്ടാട്ടത്തിൻ്റെ ഉള്ളിലാണോ വീണത് കേട്ടാ? പിടിച്ചു കയറി പിടിച്ചു കയറി. വീണ പിടിച്ച് പിടിപ്പിക്കണ്ടേ? നീ പോയാൽ വിളിക്ക് പോ.
അവസാനം ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ മേലെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എടയ്ക്കൽ, അതായത് ആ മലയുടെ 2 സൈഡും മലയുടെ സെൻറ്ററിൽ വന്ന് മറ്റൊരു കല്ല് വന്ന് തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് വെച്ച് തന്നിട്ടുണ്ട്. സ്റ്റെപ്പിൽ കൂടി ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം. അപ്പോൾ താഴേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ 2 ഗുഹകളുടെ നടുവിൽ വേറൊരു പാറക്കല്ല് വന്ന് തങ്ങി നിൽക്കണത്. അതുകൊണ്ടാണ് എടയ്ക്കലിന് പേര് വരാൻ കാരണം. അപ്പോൾ ഇവിടെ ഈ പാറകളിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ സംസാരം ഇല്ലാത്തത് കൊണ്ട് അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എഴുതി വെക്കുകയാണ്. ഇപ്പോൾ പോകണോ എന്നാകുമ്പോൾ അവർ ആ പിക്ചർ തൊട്ട് കാണിക്കുമ്പോൾ അവർക്കറിയാം അത് പോകണോ എന്നുള്ളതാണ്. അതുപോലെ ഫുഡ് കഴിക്കണതിന്, അങ്ങനെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ ഇതിലൂടെ ഈ ചുമരിൽ വരച്ചിട്ടുള്ള ഇതിൽ കൂടെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഗൈഡ് നമുക്ക് അതൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തായിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് കണ്ടില്ലേ, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ആ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ കയറുമ്പോഴത്തേക്കും നല്ല ടയേർഡ് ആവുന്നുണ്ട്. അത്ര ടൈം എടുക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണമായി പോയി. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കയറാനായിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പക്ഷേ ഇത് കയറി കാണാതിരുന്നാൽ നമുക്ക് ശരിക്കും ഒരു നഷ്ടമാണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രില്ലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചെറിയൊരു വ്യൂ പോയിന്റ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അമ്മോ ജസ്റ്റ് ഇതൊന്നും അങ്ങനെ എടുക്ക്, അയക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് എടുക്കാം, കണ്ടിന്യൂ ചെയ്തിട്ട് നിൽക്കണ നോക്ക്. ഇത് ഇങ്ങനെ നിൽക്കണ്, നേരെ സ്റ്റഡിയിൽ നിൽക്ക്. ആ അങ്ങനെ നിൽക്ക്. ചിത്രം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലേ? അവര് വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാരണം ലാംഗ്വേജ് ഒന്നും ഇല്ലായിരുന്നു, എഴുതാനും പറ്റില്ല. ചിത്രം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതാണ് ഇടയ്ക്കലിന് പേരുള്ളതായിരുന്നു ഇടയ്ക്ക് കല്ല് തങ്ങി. ആ അതാണല്ലേ. ഓ ഇതുകൊണ്ടാണ് കല്ല് തങ്ങി നിൽക്കുന്നത് കൊണ്ടോ. ഈ ഇടയിൽ ഈ കല്ല് തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കലിന് പേര് വന്നത്. എന്താ You know, it's a nice. Best question. Yes. This is symbol of tools. Very beautiful. Stone weapon. All the make question. Okay. Thank you. Come this side. Come sit the palm tree.
صراحة ما أدري. It's a symbol of elephant head. One head is there, elephant head. This head, Elephant. small. Small. باين صراحة. See one stick man there. One stick man is there. One stick man. This man, huh? Yeah, stick man. Flower. هذه واحدة. Here come. Traditional dance of Tamil Nadu southern region. Karagatam, yes. Karagatam, Teyyam is the symbol. Flower, signal. بس فلاور لوتس. Flower, yes. Flower, signal. كله شغل حب عندهم من الأزل ولليوم. This is a script. It's a 2,500 years old. Brahmi Tamil. Yes. 500 years old. 500. يعني 2000 It's the one lady figure. سنيتك ها؟ That's the lady. അപ്പോൾ ഇടയ്ക്കലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും വന്ന് ഇവിടെ കുറച്ച് വിശ്രമിക്കാനായിട്ടിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അപ്പോൾ താഴേക്ക് കയറിയത് പോലെ തന്നെ താഴേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ താഴേക്ക് കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് വിനോദസഞ്ചാരികൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കയറുന്നത് ഒരു വശത്ത് കൂടിയാകുമ്പോൾ ഇറങ്ങുന്നത് വേറൊരു വശമാണ്. ചില ഭാഗങ്ങളിൽ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ഒരേ ഭാഗത്ത് കൂടെ തന്നെയാണ്. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കി പോട്ടെ, എനിക്ക് വേഗം നടക്കാൻ കിട്ടില്ല. ഐഷുമാ മേലെ മുട്ടൊന്ന് ഒന്ന് അറിയാണ്ട് പോയിക്കാനും മേലെ കിട്ടും. മെല്ലെ ഇറങ്ങും. സ്റ്റെപ്പും ചെറുതാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ടയേർഡായിട്ട് വീഡിയോ ഒക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫൈനലി താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണ, കുറച്ച് കുടംപുളി, കുറച്ച് മുളയരി, പിന്നെ ഗ്രീൻ ടീ, പിന്നെ തേയില, പിന്നെന്താണ് നെല്ലിക്ക, മധുര നെല്ലിക്ക, തേൻ നെല്ലിക്ക, പിന്നെ കാന്താരി ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ എല്ലായിടത്തും വരാമെന്ന് പറഞ്ഞ കടകളിലൊക്കെ കയറി വാങ്ങി. അപ്പോൾ ഇനി നാട് കാണി ചുരം വഴി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നാട് കാണി ചുരം വഴി ഇനി അടുത്തത് തേക്ക് മ്യൂസിയത്തിലേക്ക് പോകാനാണ്. അപ്പോൾ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബായ്.